സ്പാം കോളുകൾ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. ഇത് നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഫോൺ വഴി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്പാം കോളുകളും അജ്ഞാത ആഡുകളും തുടങ്ങും. പക്ഷേ ഇത് വെറും യാദൃശ്ചികമാണോ? ഒട്ടുമല്ല. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 2026 ഗൂഗിൾ ഒളിപ്പിച്ച ചില സീക്രട്ട് സെറ്റിംഗ്സുകളെ കുറിച്ചാണ്. ഇവ നിങ്ങളുടെ ഫോണിൽ ഡിഫോൾട്ടായി ഓൺ ആയിരിക്കും. ഈ സെറ്റിംഗ് വഴി എല്ലാ ആപ്പുകൾക്കും ഫോൺ നമ്പറും കോണ്ടാക്റ്റും വായിക്കാൻ അനുമതി നൽകും, അതും ഒരു അലേർട്ട് പോലും കാണിക്കാതെ. അതിനാൽ ആരും പറഞ്ഞിട്ടില്ലാത്ത 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ കാണാം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ഓൾ സർവീസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറച്ച് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. മിക്ക ഫോണിലും ഇത് ഡിഫോൾട്ടായി ഓൺ ആയിരിക്കും. ഗൂഗിൾ പറയുന്നത് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ എന്നാണ്. പക്ഷേ ട്രൂത്ത് എന്താണെന്നാൽ നിങ്ങളുടെ നമ്പർ തേർഡ് പാർട്ടി കമ്പനീസിന് ഷെയർ ചെയ്യും. അത് മനസ്സിലാവണമെങ്കിൽ താഴെ ചെറിയ അക്ഷരത്തിൽ കൊടുത്ത വേർഡ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇതാണ് സ്പാം കോൾ തുടങ്ങാനുള്ള മെയിൻ റീസൺ. അതിനാൽ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇത് ഓഫ് ചെയ്താലുള്ള ബെനിഫിറ്റ്, നിങ്ങളുടെ നമ്പർ ഇനി ടെലിമാർക്കറ്റിംഗ് ലിസ്റ്റിൽ പോകില്ല, സ്പാം കോൾ കുറയുകയും ചെയ്യും. ഇനി ബാക്ക് പോയി നിങ്ങൾ ഹോം സ്ക്രീനിലേക്ക് വരിക. ഇനി 90% ആളുകളും ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്രസ് ആൻഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇന്റർഫേസിൽ സേവ് ആൻഡ് ഫില്ല് അഡ്രസ് എന്നുള്ളൊരു ഓപ്ഷൻ മിക്ക ഫോണിലും ഡിഫോൾട്ടായി ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഓപ്ഷൻ എന്ത് ചെയ്യുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പേ വെബ്സൈറ്റ് നിങ്ങളുടെ ഡാറ്റ റീഡ് ചെയ്യും. ഇത് ഒരു പ്രീ ട്രാക്കിംഗ് സിസ്റ്റമാണ്. ഇത് നിങ്ങൾക്ക് സൗകര്യപ്രദമാണെന്ന് തോന്നും, പക്ഷേ 2026 AI കാരണം ഇത് വലിയ ട്രാക്കിംഗ് ടൂളായി മാറി. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇവിടെ കുറച്ച് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ആഡ്സ് പ്രൈവസി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാം: ആഡ് ടോപ്പിക്സ്, സൈറ്റ് സജസ്റ്റഡ് ആഡ്സ്, ആഡ്സ് മെഷർമെന്റ്. ഇത് 3ഉം നിങ്ങൾ ഓഫ് ചെയ്തു വെക്കുക. ഇത് ഓഫ് ചെയ്താലുള്ള ബെനിഫിറ്റ്, പേഴ്സണലൈസ്ഡ് ആഡ്സ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും, ട്രാക്കിംഗ് വലിയ തോതിൽ റെഡ്യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് വരിക. ശേഷം നിങ്ങൾ ഒന്നുകൂടി മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. പിന്നീട് മുകളിൽ സെർച്ച് ബാറിൽ പെർമിഷൻ മാനേജർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ശേഷം പെർമിഷൻ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസിൽ കോണ്ടാക്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്പുകളുടെ മുഴുവൻ ലിസ്റ്റുകൾ കാണാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ ടോർച്ച് ആപ്പ്, ഇതിനൊക്കെ നിങ്ങളുടെ കോണ്ടാക്ട് പെർമിഷൻ ഒരിക്കലും ആവശ്യമായി വരുന്നില്ല. എങ്കിലും ഇവിടെ അത് അലോ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതിനാൽ നിങ്ങൾ ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഓരോരോ ആപ്പുകളും എടുത്ത് ഡോണ്ട് അലോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ബാക്ക് പോയി സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് വരിക. ഇപ്പോൾ അവസാനമായി ഒരു സീക്രട്ട് സെറ്റിംഗ്സും കൂടി ഞാൻ കാണിച്ചു തരാം. അതിനായി സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ഓൾ സർവീസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ കണക്റ്റഡ് ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാമോ? നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആപ്പ് പോലും ഇപ്പോഴും നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യുന്നു. നിങ്ങൾ ഇതിൽ ഓരോരോ ആപ്പിലും പ്രവേശിച്ച് ഡിലീറ്റ് ആക്സസ് ചെയ്യുക. അതിനായി ഏറ്റവും താഴെ കാണുന്ന ഡിലീറ്റ് ഓൾ കണക്ഷൻ യു ഹാവ് വിത്ത് ആപ്പ് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഇതിലുള്ള ഓരോരോ ആപ്പുകളും നിങ്ങൾ ആക്സസ് റിമൂവ് ചെയ്യുക. ഇത് ചെയ്താലുള്ള ബെനിഫിറ്റ്, അൺയൂസ്ഡ് ആപ്പ് ഇനി ഡാറ്റ കളക്ട് ചെയ്യില്ല. ഇന്ന് ഞാൻ കാണിച്ച 4 സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഇനി നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, സ്പാം കോൾ കുറയും, പ്രൈവസി സേഫുമായിരിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.